ദില്ലിയിലെ സർക്കാർ സ്കൂളിൽ മുസ്ലിം വിദ്യാർത്ഥികളെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിച്ചതിൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. നന്ദനഗരി സ്കൂളിലെ 2 അധ്യാപകർക്കെതിരായ പരാതിയിലാണ് നടപടി. വിഷയം ഗൗരവമുള്ളതാണെന്ന് മുഖ്യമന്ത്രി അതീഷ് മർലേന വ്യക്തമാക്കി. एक सर जी हैं वो हमें पढ़ाते पढ़ाते इतना डिस्ट्रैक्ट हो जाते हैं कि वो क्या कहते हैं धर्म पे आ जाते हैं. നന്ദനഗരിയിലെ സർവോദയ ബാലവിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന 2 അധ്യാപകർക്കെതിരെയാണ് പരാതി ഉയർന്നത്. കടുത്ത ജാതി വിവേചനം ക്ലാസുകളിൽ നടത്തുന്നു, ഇതര മതക്കാരായ വിദ്യാർത്ഥികളെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിക്കുന്നു, ജാതി തിരിച്ച് ക്ലാസുകളിൽ ഇരുത്തുന്നു തുടങ്ങിയ പരാതികളാണ് ഉയർന്നത്. അഭിഭാഷകനും ബാലാവകാശ പ്രവർത്തകനുമായ അശോക് അഗർവാൾ സ്കൂൾ സന്ദർശിച്ചതോടെയാണ് സംഭവം പുറത്തുവന്നത്. വിദ്യാർത്ഥികളുടെ കത്തടക്കം ഉൾപ്പെടുത്തി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ നടപടി. നമസ്കാരം. നമ്മൾ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും മാതൃകയാക്കുകയും ചെയ്യുന്നത് അധ്യാപകരെയാണ്. കാരണം അവർക്ക് എല്ലാ കാര്യത്തിലും അറിവുണ്ട്, വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. മാത്രമല്ല നമ്മുടെ പുതുതലമുറയെ നേർവഴിക്ക് നടത്തുന്നത് അവരാണ്. അപ്പോൾ ഒരു പുതുതലമുറയെ നല്ല രീതിയിൽ നന്മയുള്ളവരായിട്ട് വാർത്തെടുക്കുന്നതിൽ അധ്യാപകരുടെ പങ്ക് വളരെയധികം വലുതാണ്. അതുകൊണ്ട് തന്നെ അവർ അന്ധവിശ്വാസികളല്ല, അങ്ങനത്തെ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ബിലീഫിലൊന്നും തന്നെ അവർ വിശ്വസിക്കാറില്ല. സമൂഹത്തിലെ തിന്മയിൽ നിന്ന് മാക്സിമം അകന്നു മാറി നടക്കുന്ന ആൾക്കാരാണ് അധ്യാപകർ. എന്നാൽ ഇന്ന് അതേ അധ്യാപകരുടെ ഉള്ളിലും തിന്മ നിറഞ്ഞു എന്നതിന് ഉദാഹരണമാണിത്. മതഭ്രാന്ത് നിറഞ്ഞു എന്നതിന് ഉദാഹരണമാണ് ഈ ഒരു വാർത്ത. നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? പേടിയോടെ അല്ലാതെ ഈ വാർത്തയൊന്നും നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. ഇപ്പൊ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ചില ആൾക്കാർ വന്ന് ചോദിക്കും, ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നത് തെറ്റാണോ? ഒരിക്കലും തെറ്റല്ല. ആർക്ക് വേണമെങ്കിലും വിളിക്കാം. ഇപ്പം അള്ളാന്ന് ആർക്ക് വേണമെങ്കിലും വിളിക്കാം, നമ്മുടെ ജീസസ് ക്രൈസ്റ്റിനെ ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാം, കൃഷ്ണനെ ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. അതൊന്നും ഒരു തെറ്റല്ല. പക്ഷേ അതൊക്കെ തന്നെ ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് എൻ്റെ താല്പര്യപ്രകാരം, എൻ്റെ ഇഷ്ടപ്രകാരമായിരിക്കണം. അല്ലെങ്കിൽ ഒരു ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എൻ്റെ ഇഷ്ടപ്രകാരമായിരിക്കണം. അല്ലാതെ ആരും ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. ഇവിടെ ഒരു അധ്യാപകൻ അയാളുടെ സ്റ്റുഡൻസിനെ ഫോഴ്സ്ഫുള്ളി അങ്ങനെ ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. രാജ്യദ്രോഹപരമായിട്ടുള്ള തെറ്റ് തന്നെയാണ്. പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അനാചാരങ്ങളിൽ ഒരെണ്ണമാണ് ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. ജാതിയുടെ പേരിൽ മനുഷ്യരെ അകറ്റി നിർത്തുക, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ. നമ്മളത് ഒരുപാട് കഷ്ടപ്പെട്ട് ഒത്തിരി സ്ട്രഗിൾസിലൂടെ പല നേതാക്കന്മാർ കഷ്ടപ്പെട്ടിട്ടാണ് ആ ജാതി വ്യവസ്ഥയൊക്കെ തന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കി കൊണ്ടുപോയത്. എന്നാൽ ഇന്ന് അതേ കാര്യം തിരിച്ചു വരുവാണ്. ജാതിയുടെ പേരിലുള്ള വേർതിരിവ് ഇന്ന് പല സ്ഥലങ്ങളിലും ഉണ്ട്. കേരളത്തിൽ പോലും എത്ര കേസുകളാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. ഇവിടെ തന്നെ ഒരു അധ്യാപകൻ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും കുട്ടികളെ വേർതിരിച്ച് കാണുന്നു, അവരെ അപമാനിക്കുന്നു, ഫോഴ്സ്ഫുള്ളി പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും നീചമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. അയാൾക്ക് ശിക്ഷ കിട്ടേണ്ട രീതിയിലുള്ളൊരു പ്രവൃത്തിയാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എന്തിനാണ് ഇങ്ങനെ മതസ്പർദ്ധ വളർത്തുന്നത് കുട്ടികളുടെ ഇടയിലും? നമ്മുടെ ഇന്ത്യയുടെ ഭാവി തലമുറകളാണ്. അവരുടെ ഉള്ളിൽ സാഹോദര്യവും സൗഹാർദ്ദവുമാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ടത്. മതങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഇന്ന് വളർന്നു വരുന്ന പുതിയ തലമുറയുടെ ഉള്ളിലൊക്കെ തന്നെ ഇതേ രീതിയിലുള്ള മതസ്പർദ്ധ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ, മതഭ്രാന്താണ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം കുറച്ച് വർഷം കഴിയുമ്പോഴേക്കും തകർന്നടിയും. നമ്മൾ ഇന്ന് ഈ ഉണ്ടാക്കിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ മുമ്പിൽ കാണത്തില്ല. യൂണിറ്റി, ഈക്വാലിറ്റി, ഇതൊക്കെ എന്തുവാണെന്ന് ചോദിക്കും ആൾക്കാർ. ഈ രീതിയിൽ ഒരു കാരണവശാലും ആൾക്കാർ പെരുമാറാതെ ഇരിക്കുക. നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് ഇതെങ്ങോട്ടാണ്? ശരിക്കും ഭയാനകമാണ്. പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ കേൾക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഭയങ്കര വിഷയമുള്ള വാർത്തകളാണ്, സീരിയസ് ആയിട്ടുള്ള വാർത്തകളാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്കും ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഞാൻ ആരാണ്ടെയൊക്കെ സുഖിപ്പിക്കാനാണ് പോലും. ഞാൻ ആരെയും സുഖിപ്പിക്കാനല്ല, എനിക്ക് ആരെയും സുഖിപ്പിക്കേണ്ട കാര്യമില്ല. എൻ്റെ ഉള്ളിലുള്ള പേടി കൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നത്. ശരിയാണ്, നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് വ്യൂസിനും പൈസയ്ക്കും വേണ്ടിയിട്ടാണ്. പക്ഷേ ആ പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ആ പൈസ വാങ്ങിക്കുന്ന പൈസയോട് ചെറിയൊരു ആത്മാർത്ഥത കാണിക്കണമല്ലോ, ഒരു ആത്മാർത്ഥത പുലർത്തണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. എനിക്ക് ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വരണ്ട. മനുഷ്യന്മാരായിട്ടുള്ള ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി. ഹിന്ദു ആണെന്നതിൻ്റെ പേരിലോ മുസ്ലിം ആണെന്നതിൻ്റെ പേരിലോ ഒന്നിൻ്റെ പേരിലും എന്നെ ആരും സപ്പോർട്ട് ചെയ്യണ്ട. മനുഷ്യനാണ് എന്നുള്ള പേരിൽ സപ്പോർട്ട് ചെയ്താൽ മതി. എനിക്കത് മാത്രമാണ് ആവശ്യം. എനിക്ക് ഹിന്ദുക്കളുടെ സപ്പോർട്ട് വേണ്ട, മുസ്ലിങ്ങളുടെ സപ്പോർട്ട് വേണ്ട, ക്രിസ്ത്യൻസിന്റെ സപ്പോർട്ട് വേണ്ട, ഒരു ജാതിയുടെ ഒരു മതത്തിന്റെ സപ്പോർട്ട് വേണ്ട. മനുഷ്യന്മാരുടെ മാത്രം സപ്പോർട്ട് മതി. അങ്ങനെ ചിന്തിക്കുന്ന ഒരു യുവതലമുറ നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നെങ്കിൽ മാത്രമേ നമ്മുടെ നാട് ഇതുപോലെ നിലനിൽക്കൂ. മനുഷ്യരായിട്ട് ആൾക്കാരെ കാണാൻ പഠിക്കുക. ജാതിയുടെയോ മതത്തിന്റെയോ പേരിലല്ല, മനുഷ്യരായിട്ട് ആൾക്കാരെ കാണാൻ പഠിക്കുക.
മനുഷ്യരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക, തെറ്റ് ചെയ്യുന്നവരെ മാറ്റി നിർത്തുക, അകറ്റി നിർത്തുക, അവരെ ശിക്ഷിക്കുക. പക്ഷെ അല്ലാത്ത പക്ഷം ഈ രീതിയിലുള്ള തോന്നിവാസം കാണിക്കുന്നവരെ അകറ്റി നിർത്തുക തന്നെ ചെയ്യണം. പ്രത്യേകിച്ച് അധ്യാപകരുടെ ഇടയിൽ ഇങ്ങനത്തെ പുഴുക്കളും വിഷജന്തുക്കളും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് അധ്യാപനം എന്ന് പറയുന്ന തൊഴിലിൽ നിന്ന് തന്നെ ഒഴിവാക്കി നിർത്തണം. അവർ പിന്നെ അധ്യാപകരായിട്ടിരിക്കാൻ വേണ്ടി ഒരു രീതിയിലും യോഗ്യരല്ല, ഒട്ടും യോഗ്യരല്ല, 1% പോലും യോഗ്യരല്ല.